ചിത്ര നക്ഷത്രം നക്ഷത്രക്രമത്തിൽ 14-ാം സ്ഥാനമാണ് ചിത്ര നക്ഷത്രത്തിനെ കൽപ്പിച്ചിരിക്കുന്നത്. ആകാശ സമുദ്രത്തിൽ ചിരവയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന 6 നക്ഷത്രങ്ങളാണ് ചിത്ര എന്ന പേരിൽ അറിയപ്പെടുന്നത്. പൊതുവെ എല്ലാവരോടും നന്നായി പെരുമാറുന്ന ഇവർക്ക് ആഡംബര വസ്തുക്കളിലും സുന്ദര ദൃശ്യങ്ങളിലും താല്പര്യമുണ്ടായിരിക്കും. അധ്വാനിച്ച് പ്രവർത്തിച്ച് കാര്യം നേടുന്നതിൽ സമർത്ഥരായ ഇവർ വീടും പരിസരവും വൃത്തിയാക്കി വയ്ക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കും. വസ്തുക്കൾ ശേഖരിച്ചു വയ്ക്കുന്നതിലും അരങ്ങത്ത് വിളങ്ങുന്നതിലും ഇവർക്ക് നൈപുണ്യം കൂടുതലായിരിക്കും. പ്രായോഗിക ബുദ്ധി കൂടുതലായുള്ള ചിത്ര നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും കുഴപ്പം പിടിച്ച പ്രശ്നങ്ങൾക്ക് പ്രതിവിധി കാണാനുമുള്ള അസാധാരണമായ കഴിവും ഉണ്ടായിരിക്കും. തന്ത്രപൂർവം പ്രവർത്തിച്ച് സ്വന്തം ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഇവരുടെ കഴിവും അസാമാന്യമാണ്. സ്നേഹം തോന്നുന്നവരോട് അങ്ങേയറ്റം ആത്മാർത്ഥത പുലർത്തുന്നവരായിരിക്കും ചിത്ര നക്ഷത്രക്കാർ. ഇഷ്ടമില്ലാത്തവരോട് അകന്നു കഴിയുമെങ്കിലും കാര്യമില്ലാതെ അവരോട് എതിരു നിൽക്കുവാൻ സാധാരണഗതിയിൽ ഇവർ ശ്രമിക്കുകയില്ല. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ജനിക്കുന്ന ഭവനം വിട്ടു പോവുകയോ അല്ലെങ്കിൽ ഭവനം ഇവരെ വിട്ടു പോവുകയോ ചെയ്ത് കാണുക സാധാരണമാണ്. ചുരുക്കി പറഞ്ഞാൽ പരമ്പരയായുള്ള കുടുംബവും ചുറ്റുപാടുകളും വിട്ടൊഴിഞ്ഞ് അന്യ കുടുംബവും സാഹചര്യവും ഇവർ സൃഷ്ടിക്കുന്നതാണ്. മാതാപിതാക്കളോട് ഒരുപക്ഷെ അടുപ്പക്കുറവ് ഉണ്ടാകാമെങ്കിലും മാതാപിതാക്കളെ പുകഴ്ത്തി പറയുകയും അവരുടെ മഹത്വത്തിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷതയും ഇവരിലുണ്ട്. ആരെയും അത്ര തന്നെ വകവെച്ചു കൊടുക്കാത്ത ചിത്ര നക്ഷത്രക്കാർ എല്ലാവരോടും വളരെ വിധേയഭാവത്തിൽ പെരുമാറുകയും പറയുകയും ചെയ്യുമെന്നുള്ളതും ഒരു വിരോധ ആഭാസമായി തോന്നിയേക്കാം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അവരോട് വിധേയത്വം ഭാവിക്കുകയും ചെയ്യുമെങ്കിലും സ്വന്തം ഇഷ്ടമനുസരിച്ചായിരിക്കും ഇവർ കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ സ്വീകാര്യമായവ സ്വീകരിക്കാൻ മടി കാണിക്കുകയും ഇല്ല. മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇവർ തയ്യാറാകുമെങ്കിൽ കൂടി സ്വന്തം കാര്യങ്ങൾ ഒഴിവാക്കി അവർക്ക് വേണ്ടി അധ്വാനിക്കാൻ ഇവർ തയ്യാറാവില്ല. മഹാമനസ്കതയോടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്ന ഇവർ വേദനിക്കുന്നവരെ സഹായിക്കാനും സന്നദ്ധ കാണിക്കാറുണ്ട്. പക്ഷേ പണനഷ്ടം ഒഴിവാക്കാൻ ശ്രമിക്കും എന്ന് മാത്രം. കൊടുക്കൽ വാങ്ങലുകളിൽ എങ്ങനെയെങ്കിലും വിജയം നേടാൻ ശ്രമിക്കുന്ന ഇവർക്ക് എതിർപ്പുകളും ശത്രുതയും എന്നും നേരിടേണ്ടതായും വന്നേക്കും. അടുത്ത് ഇടപഴകുന്നവർ പോലും ശത്രുക്കളായും മാറിയേക്കും. പലതരത്തിലുള്ള അപവാദങ്ങളും സഹിക്കേണ്ടതായി വന്നേക്കും. പക്ഷേ അസാധാരണമായ മനഃശക്തിയുള്ള ഇവർക്ക് അതിനെയെല്ലാം അവഗണിക്കാനും സാധിക്കും. പ്രായേണ ഇവർ വിശാല ഹൃദയരായിരിക്കുമെങ്കിലും ചില കാര്യങ്ങളിലെല്ലാം ഇവർ വളരെ സങ്കുചിത മനസ്കരും ആയിരിക്കും. പൊതുകാര്യങ്ങളിലും യോഗ്യമായി പെരുമാറേണ്ട മറ്റു രംഗങ്ങളിലും ഇവരുടെ ഹൃദയവിശാലത അഭിനന്ദനീയമായിരിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും നിസ്സാരമായ കാര്യങ്ങളാണെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരോടും സ്വന്തം സഹോദരങ്ങളോട് പോലും ഇവർ ദേഷ്യത്തോടെ പെരുമാറിയെന്നും വന്നേക്കും. അതുകൊണ്ട് തന്നെ വളരെ അടുത്ത ആളുകൾ പോലും ഇവരെ ഹൃദയശൂന്യരെന്നോ പിശുക്കരെന്നോ ഉള്ള ആരോപണങ്ങളും ഉന്നയിക്കാറുണ്ട്. മുൻപിൻ നോക്കാതെ ഏതിനും പ്രത്യുത്തരം പറയുന്ന ഇവരുടെ പറച്ചിലിൽ ദ്വയാർത്ഥങ്ങളും കുറവായിരിക്കില്ല. ഇവരിലെ വലിയൊരു പ്രത്യേകത തന്നെ ഇവരുടെ ചില പ്രവചനങ്ങളാണ്. ചിലപ്പോൾ ചില അഭിപ്രായങ്ങൾ ഇവർ പുറപ്പെടുവിച്ചാൽ അത്ഭുതകരമാകും വണ്ണം അത് ഒത്തുവരാറുമുണ്ട്. ഭാവി സംഭവങ്ങളെക്കുറിച്ച് ഇവർ നടത്തുന്ന പ്രവചനങ്ങൾ കുറുക്കി തന്നെ കൊള്ളും. അതുപോലെ യാദൃശ്ചികമായി ഇവർക്കുണ്ടാകുന്ന ചില ബോധോദയങ്ങളും പരമാർത്ഥമായി തീരാറുണ്ട്. ഇവരുടെ വിവാഹത്തിന് കാലതാമസം വന്നേക്കാം. സ്ത്രീകളുടെ വിവാഹം വളരെ നേരത്തെയോ അല്ലെങ്കിൽ വളരെ വൈകിയോ ആകാനും ഇടയുണ്ട്. ചിത്ര നക്ഷത്രക്കാരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരുടെ സാമാന്യത്തിൽ കവിഞ്ഞ കർമ്മകുശലത കൊണ്ടായിരിക്കും. ഇവരിൽ അധികം പേരും ശാന്തശീലരും കുശാഗ്ര ബുദ്ധിക്കാരും ആയിരിക്കും. 22, 27, 30, 36, 39, 43, 48 ഈ വയസ്സുകളിൽ ഇവർക്ക് പ്രായേണ ദോഷപ്രദമായ അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ചിത്ര നക്ഷത്രക്കാരുടെ പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ വിശാഖം, തൃക്കേട്ട, പൂരാടം എന്നീ നക്ഷത്രങ്ങളും കന്നിരാശിയിൽ ജനിച്ച ചിത്ര നക്ഷത്രക്കാർക്ക് മേടൻ രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രങ്ങളും തുലാം രാശിയിൽ ജനിച്ച ചിത്ര നക്ഷത്രക്കാർക്ക് എടവൻ രാശിയിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളായ കാർത്തിക, രോഹിണി, മകീരം എന്നീ നക്ഷത്രങ്ങളും പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായി ആശയവിനിമയം നടത്തുന്നതും കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടുന്നതും ദോഷത്തിൽ കലാശിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. മകയിരം, ചിത്ര, അവിട്ടം എന്നീ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനത്തിനും മറ്റ് ശുഭകാര്യങ്ങൾക്കും ഉത്തമമാണ്. ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതും നല്ലതാണ്. ജാതകത്തിൽ ചൊവ്വ ഓജരാശിയിൽ നിൽക്കുന്ന വ്യക്തികൾ സുബ്രഹ്മണ്യനെയും
യുഗ്മരാശിയിലാണെങ്കിൽ ഭദ്രകാളിയെയും പ്രാർത്ഥിക്കുന്നത് ഗുണം ചെയ്യും. ചിത്രാ നക്ഷത്രവും ചൊവ്വാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി വ്രതജപാദികൾ നടത്താവുന്നതാണ്. കന്നിരാശിയിൽ ജനിച്ച ചിത്രാ നക്ഷത്രക്കാർ ബുധന്റെ പ്രീതികരങ്ങളായ കർമ്മങ്ങളായ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം, ഭാഗവത പാരായണം തുടങ്ങിയവ ചെയ്യാവുന്നതാണ്. തുലാം രാശിയിൽ ജനിച്ച ചിത്രാ നക്ഷത്രക്കാർക്ക് ശുക്രപ്രീതികരങ്ങളായ കാര്യങ്ങൾ ചെയ്യുന്നതാകും ഉത്തമം. മഹാലക്ഷ്മി സ്തോത്രം ജപിക്കുന്നതും ലളിതാ സഹസ്രനാമ ജപമുള്ളതും വളരെ നല്ലതാണ്. ചിത്രാ നക്ഷത്രത്തിന്റെ ജന്മവൃക്ഷം കൂവളമാണ്. ആൾപുലിയാണ് മൃഗം. കാക്ക പക്ഷി. സ്ത്രീ യോനി. അസുരഗണം. ത്വഷ്ടാവാണ് താരദേവത. ചിത്രാ നക്ഷത്രക്കാർക്ക് അനുയോജ്യമായിരിക്കുന്ന നിറങ്ങൾ: കന്നിരാശിയിൽ ജനിച്ച ചിത്രാ നക്ഷത്രക്കാർക്ക് ചുവപ്പും പച്ചയും, തുലാം രാശിയിൽ ജനിച്ച ചിത്രാ നക്ഷത്രക്കാർക്ക് വെള്ളയും ഇളനീലയുമാണ് അനുയോജ്യമായിരിക്കുന്ന നിറങ്ങൾ. ചിത്രാ നക്ഷത്രത്തിന്റെ അനുയോജ്യമായ രത്നം പവിഴമാണ്. ജാതക വിശകലനത്തിന് ശേഷം മാത്രം ഭാഗ്യരത്ന നിർണയം നടത്തുക.